ഹായ് ഓൾ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ റമദാൻ ഡേ 11ത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അസിമോൾ ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ആൾ വന്നപ്പോഴത്തേന് ഞാൻ ചെറിയൊരു സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളൊന്ന് ത്രില്ലാക്കി കേട്ടോ. അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രഷൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് ദിവസമായിട്ടോ അവൾക്ക് പ്രയർ ഡ്രസ്സ് വേണമെന്ന് എന്നോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ മുന്നേ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടി വന്നപ്പോഴത്തേക്ക് ഇതാ ഇത്രയായി. അപ്പോൾ നമ്മളെ ബേബീസിനും അസിമോക്കും ഒരുപോലത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിട്ടിട്ട് കുറേ ഷോയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അസറൊക്കെ നിസ്കരിച്ചു. ഇനി നിസ്കരിക്കുമ്പോൾ ഉമ്മച്ചീനെ കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അസിമോള് ഒരു നോമ്പൊക്കെ എടുത്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നിസ്കാരത്തിനും ഇപ്പം എൻ്റെ കൂടി നിസ്കരിച്ചിട്ട് ഇന്നലെ കംപ്ലീറ്റ് എൻ്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ദിവസം ഈ ഒരു എക്സൈറ്റഡ് ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അസിമോക്ക് ഇനി എന്നും ഈ ഒരു എന്താ പറയുക നിസ്കരിക്കാനും എല്ലാത്തിനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഇന്നില്ലേ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും കൂടെ മക്കളെ കാണാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അന്നു ബേബി ഉമ്മാടിപ്പാടി കൂടെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളൊക്കെ പോയി. പിന്നെ ഞാൻ കുറച്ച് സമയം ഉറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ചിക്കൻ അല്ലായിരുന്നു, ഇന്നു നമുക്ക് ചെമ്മീനായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ചെമ്മീനാണെങ്കിൽ നല്ല ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ നല്ലപോലെ പാടുപെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അന്നു ബേബി ഇല്ലാത്തതിൻ്റെ സങ്കടം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർക്ക് പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. നല്ല സങ്കടത്തിലാണ്. അങ്ങനെ കളിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഉറങ്ങി നീച്ച് വന്നപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കയറ്റിയിരുത്തിയതാണ്. അപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു അന്നു ബേബി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ, കരയണ പോലൊക്കെ. അപ്പോൾ രണ്ടാളും കൂടെ ഉണ്ടാവുമ്പോൾ ഈ സമയത്തൊന്നും ഇങ്ങനെ ഇരിക്കൂല. രണ്ടാളും ഭയങ്കര ഫയറായിട്ട് നടക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അന്നു ബേബിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഉമ്മ വിളിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഞാനിതാ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചിക്കൻ ഇല്ലാത്ത ദിവസം എന്തുണ്ടാക്കുമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പം ചിക്കൻ ഇല്ലാത്ത ദിവസം എന്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഏതായാലും ഇത് വെച്ചിട്ട് എഗ്ഗ് റോൾ റെഡിയാക്കി എടുക്കാമെന്നിട്ട് കരുതിയത്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു പതിരൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണ്. അപ്പം ഞാനത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഇങ്ങനെ റോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പക്കാണെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വേണം കേട്ടോ. നമുക്കാണെങ്കിൽ എന്നും ഇപ്പൊക്കെ ചിക്കൻ കഴിച്ചിട്ട് എന്തൊക്കെയോ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേനി. അപ്പോൾ നമുക്കാണെങ്കിൽ വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉസ്താദ് വരാറുണ്ട്. ഉസ്താദല്ല, ചെറിയൊരു കുട്ടിയാണ് കേട്ടോ. അപ്പം ദർസിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ആ കുട്ടി വരുമ്പോഴും നോമ്പിന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണ്ടേ. പിന്നെ ഉപ്പക്കും എന്തെങ്കിലുമൊക്കെ നിർബന്ധമാണ്. അപ്പം എന്ന് കരുതിയിട്ടോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ദിവസവും ട്രൈ ആക്കി നോക്കുന്നത്. അപ്പോൾ നമ്മളിതാ അത് ബ്രെഡ് ക്രംസിലും എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മുളക് ബജിയും അതേപോലെ ബനാന ബജിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ എന്നും റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രൈ ആക്കി വന്നപ്പോഴത്തേക്കും ഇതാ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഉമ്മ കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ടേബിളിൽ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് വാട്ടർമെലൺ ജ്യൂസും പൈനാപ്പിൾ ലൈമും ആയിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമ്മൾ വായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചട്നി ഒന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചില്ലി സോസ് ജസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിസേർട്ടായിട്ട് ഞാൻ പാൽവായ്ക്കായിരുന്നു റെഡിയാക്കിയത്. പിന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീനാക്കി വന്നപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു. പിന്നെ അതിനിടയിൽ പോയിട്ട് നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് ഞാൻ കിച്ചണിലെ പാത്രവും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ എല്ലാ ദിവസവും നമ്മൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് വാഷ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി പോയി.
ഞാൻ അസിമോള് വന്നതിന് ശേഷം അസിമോൾക്ക് ആ പ്രയർ ഡ്രസ്സ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവളെ കൂടെ ഇരുന്നൊക്കെ ചെയ്തില്ലേ. അപ്പോൾ നല്ലപോലെ നേരം പോയിരുന്നു കേട്ടോ. പിന്നെ എന്താണ് നമ്മളിന്ന് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. പിന്നെ ഓള് വന്നപ്പോൾ ഓളെ കൂടെ കുറച്ച് സമയം ഇരുന്ന് പോയി. അതുകൊണ്ടൊക്കെ ആയിരുന്നുണ്ടോ. എന്നാലും നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ സെറ്റാവാത്തത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കേട്ടോ ഒക്കെ സെറ്റാക്കി ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കേട്ടോ ബാങ്കൊക്കെ കൊടുത്തത്. പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്തു. ഈ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇനിയിപ്പം നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനും പിന്നെ ബേബീസിനൊക്കെ ഫ്രഷ് ആക്കിയിട്ടാണ് കയറുക. പിന്നെ നമുക്ക് മേലിൽ അയക്കൊന്നും ആവാനില്ലല്ലോ. പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കൂട്ടോ. ഇന്നാണെങ്കിലും ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം വീട്ടിൽ പോകണമെന്നൊക്കെ കരുതിയതിന് കേട്ടോ. പക്ഷേ മഴയൊക്കെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഏതായാലും നാളെ രാവിലെ പോവാന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ഈ വാഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുബേബിൻ്റെ ആൾക്ക് എന്താ സീനുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചപ്പോൾ ആൾക്ക് എൻ്റെ സൗണ്ട് കേട്ടോ പിന്നെ കാണണം. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ആൾക്ക് കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ നിവർത്തി ഉണ്ടായിരുന്നില്ലേനു. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോവാമെന്ന് കരുതി. നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ ഉപ്പ വന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ ഇക്കാൻ്റെ സിസ്റ്റർ 2 ദിവസം കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 2 ദിവസം അവിടെ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വരാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ നേരെ ചെമ്മാട്ടേക്ക് എന്നിട്ടോ പോയത്. നമ്മൾ എല്ലാ തവണയും ഈ റമദാനിനുള്ള ഒരു സംഭവമാണല്ലോ ഈ എന്താ പറയുക ഉപ്പിലിട്ട ഐറ്റംസ്, സോഡ അങ്ങനത്തെ ഒക്കെ. പക്ഷെ ഇത്തവണ സോഡ അതേപോലെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ മാക്സിമം നിരോധിച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ അസുഖങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ആദ്യം തന്നെ ഈ കാടമുട്ടേൻ്റെ ഫ്രൈ ഒന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അനുബേബിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരു കുലുക്കി ബൂസ്റ്റോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ അസിമോക്ക് ഭയങ്കര ആഗ്രഹം അത് കുടിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര മധുരമായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേനു കേട്ടോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അസിമോക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഏതായാലും നമ്മളത് വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ തീരെ വെള്ളമൊന്നും ചേർക്കുന്നില്ല, പാല് മാത്രം ആഡാക്കിയിട്ടാട്ടോ ഇത് റെഡിയാക്കുന്നത്. ഇപ്പം അങ്ങനെ പുറത്തുനിന്ന് വെള്ളമൊന്നും ആഡാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പാലിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാനൊരു 2-3 സിപ്പൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ മധുരമൊന്നും അധികം എടുക്കാറില്ല. പക്ഷേ ഇത് കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ 2-3 സിപ്പൊക്കെ കുടിച്ചു. പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അനുബേബിനെ അടുത്തേക്ക് പോവാം കേട്ടോ. ആൾ നല്ല ഫയറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടേനി. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോണ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ എടുത്തിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ടാക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ അനുബേബി സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടേനു. അപ്പോൾ അനുബേബീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഇനിയും കൂടെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടോ. പിന്നെ എൻ്റെ മേലിൽ നിന്ന് ഇറങ്ങണേ ഇല്ലേന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.